ഹായ് അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കേട്ടോ. ഗുഡ് മോർണിംഗിൻ്റെ ഒപ്പം ഞങ്ങളിവിടെ ഡാൻസ് ക്ലാസ് ഒന്നും നടത്തുന്നില്ല കേട്ടോ. ഗുഡ് മോർണിംഗ് സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി നിന്നവിടെ നിന്നിട്ട്. ഇതെന്താ അറിയോ? പപ്പായ. പപ്പായ ഇതെനിക്ക് പപ്പായ ഒന്നും അറിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ്. ഓമക്കായ എന്നും പറയും. അതൊക്കെ പറയും. പപ്പായ, പപ്പായ, കപ്പടങ്ങ, അങ്ങനെ എന്തോ പറയും. എന്ത് അമ്മ അറിയണത് പറഞ്ഞാൽ മതി കേട്ടോ. അതാ ഞാന് അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. എല്ലാവരും അരിഞ്ഞ് കഴുകിയിട്ടൊക്കെ അതിന് വേണ്ട സാധനങ്ങള്, അതിന് വേണ്ട ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും പച്ചമുളക്, നാളികേരം, ഇത് മുളക് ഉള്ളി ചതച്ചത്, കറിവേപ്പില, കടുക്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില പൊട്ടിച്ചത് അല്ലേ? കറിവേപ്പില പൊട്ടിക്കാതെ അല്ല, അത് പിന്നെ ചതച്ചാലല്ലേ അങ്ങനെ ആവുള്ളൂ. അപ്പൊ അത് അങ്ങനെ തന്നെ പറയണ്ടേ, ഒരു വ്യക്തത വേണ്ട. ചട്ടി വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഉള്ളിമുളക് ചതച്ചതിന്റെ ഒരു മണം ഉണ്ടെങ്കിൽ അത് നിന്നത്. അതെ, അതുപോലെ തന്നെ കറിവേപ്പില പൊട്ടിച്ചാലന്നെ കിട്ടുള്ളൂ. ഇന്ന് എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അത്യാവശ്യം കാലുവേദനയൊക്കെ മാറി, നല്ല പെട്ടെന്ന് മാറിയില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് എന്തൊരു വേദനയും ഒരിത്തിരി ബാക്കി ഉണ്ടാവും. മനസ്സിലായില്ലേ? ആ ബാക്കി ഉണ്ടാവും എന്തിനറിയോ? ഇനി മേലാരെ ശ്രദ്ധിച്ച് നടക്കണം എന്നൊന്ന് അറിയിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വേദന ഇത്തിരി ബാക്കി ഉണ്ടാവുമ്പോൾ അമ്മയ്ക്കൊരു അഹങ്കാരം, അച്ഛൻ അതൊന്നും കൂടി ഞാനൊന്ന് മാറ്റിത്തരാമെന്ന്. മാറ്റി തന്നോ? അതൊരു ഒഴിച്ചലങ്ങോട്ട് ഒഴിഞ്ഞു. പൊന്നീച്ച പറഞ്ഞു പോകുന്നുണ്ട്. അല്ല, അമ്മയ്ക്ക് അച്ഛനും അമ്മേനോട് ഒരു ദേഷ്യം ഉണ്ടായിരുന്നോ? അല്ല, മാറിയ കാലുവേദന വീണ്ടും ഒന്ന് ഇടയ്ക്ക് തന്നത് എന്താണ് അതിന്റെ ഉദ്ദേശം? അപ്പൊ ഞാൻ ഈ ബാലങ്ക നായർ എന്ന് പറയുമ്പോ അമ്മക്ക് ഇപ്പൊ പിടി കിട്ടിയോ? ആ റഫായ കൈ കൊണ്ട് ആ കാലൊന്നും കൊഞ്ഞാട്ടേക്ക് തന്നില്ലേ? ശരിക്കും പറയുകയാണെങ്കിൽ അച്ഛനെ കൊണ്ട് കുഴപ്പിച്ചാൽ മതി കേട്ടോ. ചപ്പാത്തിയൊക്കെ സൂപ്പർ സ്മൂത്ത് ആവും കേട്ടോ. നല്ല സ്ട്രോങ് ആണല്ലോ കൈ. അത് മുഖത്തറിയണ്ട്. അതിൽ എനിക്ക് ഇത്തിരി സന്തോഷമുണ്ട്. എന്താ എനിക്ക് ഒരു വിധമൊക്കെ മാറി. ഏതാണ്ട് ഡാൻസ് കളിക്കാന്നുള്ള പരുവത്തിലൊക്കെ എത്തുമ്പോൾ വീണ്ടും കൊണ്ടുപോയി കാല് കൊടുക്കേണ്ട വല്ല ആവശ്യം ഉണ്ടാവും അമ്മ. അത് കുറച്ച് വെയിനായിട്ട് മാറിക്കൊണ്ടായിരുന്നില്ലേ? അത് അച്ഛൻ എന്തറിയോ, പെട്ടെന്ന് മാറട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്താണ്. അതെന്തായി? അതിപ്പോ ഞാനും മറ്റേ ആവണായിരുന്നു. ഇന്ന് വീഡിയോ മുഴുവൻ എന്റെ കംപ്ലൈന്റ് ആയിരിക്കും. ഞാൻ ചെയ്താൽ മാത്രമാണ് വേണത്തിൽ ചെയ്യുക. ബാക്കി ആര് ചെയ്താൽ അത് വേണത്തിൽ ചെയ്യണതല്ല അല്ലേ? അത് ശരി. താടിയുള്ള ഡാഡിക്ക് വിലയുള്ളൂ എന്ന് വെറുതെ അല്ല പറയണത്. എന്തിനാ അത് രണ്ടും ഒരുമിച്ചിട്ട്? നിങ്ങൾ കിടന്ന് എണ്ണയിൽ കിടന്ന് പൊട്ട് നീ അല്ലമ്മ. ഇനി കറിവേപ്പില, അങ്ങനെ കറിവേപ്പില ഇട്ടു. ഇതൊക്കെ നാടൻ. അമ്മ പിന്നെ നാടനല്ല, അമ്മ അമേരിക്കൻ ഇപ്പോൾ ലാൻഡായതാ. നമ്മളൊക്കെ നാടൻ മനുഷ്യരല്ലേ അമ്മ? പിന്നെ നമ്മുടെ നാടൻ വെപ്പന്നെ വെച്ചില്ല. അല്പം മഞ്ഞപ്പൊടി, അല്പം കുറച്ച്, അങ്ങനെയൊക്കെ പറയും. മണം കണ്ടാ നല്ല രസമല്ലേ? പിന്നെ ഒരു ഫ്ലേവറിന് 2 പച്ചമുളക്. ഇത് എരിവൊന്നും ഇല്ലാത്ത പച്ചമുളകാണ്. ഒരു ഫ്ലേവറിന് ഒരു പച്ചമുളക് ഇട്ടാൽ പോരെ? 2 പച്ചമുളക്. എരിവില്ല, തീരെ എരിവില്ല. അതൊന്ന് കടിച്ചു നോക്കായിരുന്നു എരിവുണ്ടോ? ഈ നാളികേരം, ഈ നാളികേരം ഇട്ടോളൂ. നാളികേരത്തിന്റെ ഒരു ചെറിയൊരു പച്ചമുളക് മാറുമ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൻ പുറത്തെ പഴയ കാലത്തെ പഴയ ആൾക്കാരുടെ പഴയ പാചകങ്ങളുടെ പഴയ വിഭാഗങ്ങളാണ് അല്ലേ? പിന്നെ അല്ലാണ്ട് ഇതൊക്കെ എന്താ പറയാ, ഇതിനൊന്നും വളമൊന്നും ഇല്ലല്ലോ, അങ്ങനെ ഉണ്ടാവുന്നത് തന്നെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇപ്പൊ നല്ലത്. ചക്ക, മാങ്ങ. പിന്നെ എന്താ അമ്മ ഉദ്ദേശിക്കണത്? ഈ വളമിട്ടിട്ട് ഉണ്ടാക്കില്ലേ നമ്മളിങ്ങനെ, എന്താ പറയുന്നത്, അതൊക്കെ ഇട്ടിട്ട് ഒരുപാട് മരുന്നടിച്ചിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളല്ല അതൊന്നും. ഇതിനൊന്നും അധികം ഒന്നും വേണ്ട. കണ്ടമാനം പ്രോട്ടീൻസ് ഒന്നും കൊടുക്കാണ്ട് ഉണ്ടാവുന്നതാണ് അല്ലേ? ഇത് കഴിച്ചാലും ആരോഗ്യത്തിന്. യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ കണ്ടമാനം മരുന്നും വളമൊക്കെ അടിച്ചുണ്ടാക്കിയത് തന്നെയാണ് അല്ലമ്മ?
നമ്മൾ അല്ലെങ്കിൽ ഇഷ്ടത്തിന് ആവശ്യത്തിന് ഏറെ മരുന്നുകൾ കഴിക്കുന്നുണ്ടല്ലോ. നമ്മുടെ കാര്യമാണ് പറഞ്ഞത്, മക്കളുടെ കാര്യമാണ് പറഞ്ഞത്. അതൊക്കെ തന്നുണ്ടാക്കിയതല്ലേ നമ്മുടെ. അല്ലമ്മ, ലോകത്തുള്ള എല്ലാ എനർജി ബൂസ്റ്റിനൊന്നും ഉണ്ടാക്കിയതല്ലേ നമ്മളൊക്കെ. ഈ ഓമക്കായൻ്റെ അത്രയും ഗുണം ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഉണ്ടാവും ഉണ്ട്, ധൈര്യമായിട്ട് പറഞ്ഞുണ്ട് എന്ന്. അതെന്തത്ര മടി അമ്മയ്ക്ക് ഇതൊക്കെ പറയാൻ? ഞാനും കൂടി വരാം കേട്ടോ ഉപ്പിടാൻ. അമ്മ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാന്നല്ലേ. അല്ല, നമുക്ക് ഇത്ര ഉപ്പിടാന്ന് പറയുമ്പോഴേ അങ്ങനെയല്ല. നമുക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ നീ ക്യാമറമാനല്ലേ, അപ്പൊ നിന്നെ കൂടി കൂട്ടിയിട്ടൊന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചത് ഇടാൻ ഞാനൊന്ന് താങ്ങി പിടിക്കേണ്ടി വരും ഉപ്പിന്റെ ഇടയ്ക്ക്. ഇതൊക്കെ കഴിക്കണം മോനെ, ഇതൊക്കെ ഞാൻ കഴിക്കും അമ്മേ. നല്ല ഭക്ഷണങ്ങൾ. എത്ര ആൾക്കാർക്ക് പട്ടിണി മാറ്റിയ സാധനമൊക്കെ അറിയോ? ആണമ്മ. അയ്യോ, ഞാൻ അവിടെ എൻ്റെ അച്ഛൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കുറെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഇതൊക്കെ വെറുതെ കിട്ടുമല്ലോ, എല്ലാവരുടെ വീട്ടിലുണ്ടാവും. ഈ പപ്പായ, പിന്നെന്താ ചക്ക, ഇതൊക്കെ. അപ്പോൾ ചില സമയങ്ങളിൽ അവരുടെ ഭക്ഷണം ഇതായിരുന്നു. കാരണം ഒരുപാട് മക്കളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് അതിനുള്ള ഇതുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ അത്ര വയറ് നിറച്ച് അവർ കഴിച്ചായിരുന്നു. പണ്ട് ഇഷ്ടംപോലെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നീ കേട്ടിട്ടൊന്നുമില്ല. കുറച്ചും കൂടി കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് നിറച്ച് വെക്കാം. ഇത് വെള്ളപ്പം വേണ്ട, ഇത് വെന്തില്ലെങ്കിൽ നമുക്ക് ഇത്തിരി തെളിച്ചെടുക്കാം. അതിലവിടെ കിടന്ന് വേവട്ടെ. ഇത്രേ വേണ്ടു. അത്ര മതിയല്ലോ. ഒരുപാട് സാധനങ്ങൾ ഒന്നും വേണ്ട, പെട്ടെന്നാവും. അതെ. അപ്പോ ഞാൻ പറയാം, ഞാനേ ഒരു കഥ പറയും. പറയുമ്പോ തന്നെ നിന്റെ ചിരി കാണുമ്പോഴേ എനിക്ക് അങ്ങനെ പറയരുത് അമ്മമ്മ. ഇപ്പൊ അമ്മ ഒരു കഥ പറയാന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ദേഷ്യപ്പെടാണ് വേണ്ട, കരയണം വേണ്ട. അങ്ങനെയല്ല, ആക്കലമ്മ ആക്കിയതാണ് കേട്ടോ. അങ്ങനെയല്ല, അങ്ങനെയല്ല, ഒരു ചിരി അത്ര തന്നെ ഉള്ളൂ. അല്ല ഞാൻ ആരാ സകലകല വല്ലവൻ. അങ്ങനെ ഓരോ ഭാവത്തിൽ ഇങ്ങനെ പല ഭാവങ്ങൾ ഇങ്ങനെ കാണിക്കാൻ. എന്റെ കഥ പറയട്ടെ. അങ്ങനെയല്ല, ആ ഒരു ജാതി ചിരി, അത് ശരിക്കും എനിക്ക് ആ ചിരി ഒന്ന് കാണിക്കാം, അമ്മക്കൊക്കെ സാധിക്കും. അങ്ങനെ ഒന്നൊരു ചിരി ഞാൻ ചിരിച്ചിട്ടില്ല. ഒന്ന് ചിരിച്ചു, അതാണപ്പോ ഞാൻ ചെയ്ത ഏറ്റവും വലിയ കുറ്റം. അതൊരു പ്രത്യേക ചിരിയായിരുന്നു. പുച്ഛിച്ച ചിരി പോലെ തോന്നിയോ? അങ്ങനെ തോന്നി. അങ്ങനെ ഒരിക്കലും പറയാതെ കേട്ടോ. ഞാൻ നമ്മുടെ കഥ കേട്ട് വളർന്നല്ലേ, ഞാൻ പുച്ഛിക്കും അമ്മ. ഞാൻ ഒന്ന് ചിരിച്ചു. അത്ര ബുദ്ധിയില്ലാത്ത പ്രായല്ലേ, വളരുമ്പോ മക്കൾക്ക് അമ്മ പറഞ്ഞു തരുന്ന കഥയൊക്കെ ഭയങ്കര രസമായിരിക്കും. അതാണല്ലേ പണ്ട് കാലത്ത് തന്നെ ആൾക്കാർ പറയണത്, നായ്ക്ക് നന്ദി ഉണ്ടാവും മക്കളെ, നായ്ക്ക് നന്ദി ഉണ്ടാവും മക്കളെ. ഇപ്പോഴാണ് എനിക്ക് അതിന്റെ പൊരുളൊക്കെ പിടികിട്ടുന്നത്. അമ്മ അങ്ങനെ ഒന്നും ചിരിച്ചതല്ല. എന്താ അറിയോ, ഒരു മനുഷ്യന്റെ ഇവിടെ സിനിമയിൽ അഭിനയിക്കുന്നില്ലല്ലോ, എല്ലാ ദിവസവും ഒരേപോലെ ചിരിക്കാൻ പറ്റുമോ? ശരിക്കും ഞാൻ ചിരിച്ച ചിരി ശരിയായില്ല അമ്മ. അതെങ്ങനെയാണെന്ന് കാണിക്കുക, അവർക്കും കൂടി ഒന്ന് മനസ്സിലാവട്ടെ. അല്ലാണ്ട് അങ്ങനെ ഞാൻ വിടാൻ സമ്മതിക്കില്ല. എങ്ങനെയാണെന്ന് കാണിക്കുക. അതോ ഒരു കഥ കേൾക്കാമല്ലോ എന്നുള്ള ആ ഒരു ഭാവമാണ്. അത് മനസ്സിലായില്ലേ? അത് കണ്ടവർക്ക് മനസ്സിലായി. എന്താ അറിയോ, അങ്ങനെയല്ലേ ചിരിച്ചത് ഇപ്പം അമ്മ കാണിച്ച പോലെ. അതിൻ്റെ അർത്ഥം ഭാഗ്യം, ഒരു കഥ എനിക്ക് കേൾക്കാമല്ലോ, അതാണ് അതിൻ്റെ ഉദ്ദേശം. എന്തായാലും നീ ചിരിച്ചാലും വേണ്ടില്ല, ഞാൻ എൻ്റെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അതെ, ഇപ്പൊ നമ്മളൊക്കെ മുഖം മിനുക്കും നന്നായിട്ട്, നല്ല സോപ്പിട്ട് മുഖമൊക്കെ കഴുകി പൗഡറോ ക്രീമോ ഒക്കെ ഇടും, കണ്ണെഴുതും, പൊട്ടുകളും ഒക്കെ ചെയ്യും. എന്തിനാ മുഖം എല്ലാവരും പെട്ടെന്ന് കാണുന്ന മുഖല്ലേ അല്ലേ? നമ്മളിങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോ ഒരാളുടെ മുഖത്തിലാണ് ആദ്യം ശ്രദ്ധിക്കുക. അപ്പൊ അത് മിനുക്കി വെക്കും. എന്താ സൗന്ദര്യം എല്ലാരും കാണുന്നുള്ളത്. മുഖം നമ്മുടെ എന്താ പുറം ഭംഗി എന്ന് പറയണത് കാണണല്ലോ ആൾക്കാര്. പക്ഷെ നമ്മുടെ ഹൃദയം അങ്ങനെ നമ്മൾ മിനുക്കി വെക്കാറുണ്ടോ? ഹൃദയം മിനുക്കി വെക്കാൻ ഞങ്ങളുടെ ആരാ, പോത്തു കച്ചവടക്കാരോ, ഇറച്ചി വെട്ടുകാരോ? എന്താ ഈ അമ്മ പറയണത്? ഹൃദയം എങ്ങനെ മിനുക്കാൻ പറ്റും? അങ്ങനെ അമ്മ പെട്ടെന്ന് തത്വജ്ഞാനിയായി മാറി. അകസൗന്ദര്യം. അല്ലമ്മ, ഹൃദയം മിനുക്കണത് ഒന്നുമില്ലെങ്കിൽ ഡോക്ടർമാര്, അല്ലെങ്കിൽ കശാപ്പ് കടക്കാര്. അവരതൊക്കെ അതന്നെയാണ് മിനുക്കല്. അത് നമ്മൾ ഒരിക്കലും മിനുക്കി സൗന്ദര്യമായിട്ട് വെക്കാറൊന്നുമില്ല.
ഇപ്പൊ അമ്മ ഉദ്ദേശിച്ചത് മുഖം എല്ലാവരും കാണുന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ മുഖമാണ് ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. അപ്പൊ അതിന് എന്തൊക്കെ സൗന്ദര്യം വരുത്താണ്ട് ചെയ്യും അതൊക്കെ ചെയ്ത് നമ്മൾ അടിപൊളിയായിട്ട് അതിനെ സൂക്ഷിക്കും. പക്ഷെ ഹൃദയം അകക്കണ്ണുള്ളതാണ് ഹൃദയം. അത് എന്തുകൊണ്ട് നമ്മൾ മിനിക്കുന്നില്ല? എന്തുകൊണ്ട് ശുദ്ധിയായി വെക്കുക? അതാണ് ഉദ്ദേശിച്ചത്. അതിപ്പോ അമ്മ പറഞ്ഞ പോലെ സോപ്പിട്ട് കഴുകി ഫെയർ ലവ്ലി തേക്കാൻ പറ്റുമോ? അതിന്റെ കാര്യമല്ല, നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല വിചാരങ്ങളൊക്കെ വിചാരിച്ച് ഹൃദയത്തിന് തലമുടി വെക്കാൻ ശുദ്ധമായി വെക്കാൻ പറ്റുള്ളൂ. നല്ല ഹൃദയം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ഹൃദയത്തിന് കുപ്പായ അടിക്കാൻ പറ്റുമോ? ഹൃദയത്തിന് മുടി ഇടാൻ പറ്റുമോ? നന്മകൾ കൊണ്ടുള്ള കുപ്പായ ഇടിക്കാലോ. ഹൃദയത്തിന് പുട്ടി ഇടിക്കാൻ പറ്റുമോ? അതൊക്കെ പറ്റും. നല്ല നന്മകൾ പല ഈ മുഖത്തിടുന്ന പുട്ടിയും ലിപ്സ്റ്റിക്കും കൺമഷിയൊക്കെ ഹൃദയത്തിന് ഇടാൻ പറ്റുമോ? കൺമഷി എന്ന് പറയില്ലേ, പൊട്ട് എന്നൊക്കെ പറയില്ലേ, അത് നല്ല നല്ല പല കാര്യങ്ങൾ ചെയ്യുമ്പോ ഒന്ന് പൊട്ട് എന്ന് വിചാരിക്കുക, ഒന്ന് കൺമഷി എന്ന് വിചാരിക്കുക, ഒന്ന് ക്രീം എന്ന് വിചാരിക്കുക. അങ്ങനെ ഇപ്പൊ അമ്മ ഉദ്ദേശിക്കുന്നത് എന്താണ് മുഖം, എന്താണ് ഹൃദയം, അതൊന്ന് പറഞ്ഞു തന്നാൽ ഞാനേ കൺഫ്യൂഷനായി. കഥ പറയാം. ഇപ്പൊ ഞാനൊന്ന് പറയട്ടെ അമ്മ ഈ ചോദിച്ചതിന്റെ ഉത്തരം ഞാനൊന്ന് പറയട്ടെ. നമ്മുടെ ഈ പുറഭംഗി ഇങ്ങനെ മിനുക്കി കൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ അകഭംഗി നമ്മൾ എന്തുകൊണ്ട് മിനുക്കുന്നില്ല? കാരണം ഈ പുറഭംഗി എന്ന് പറയണത് ഈ മനുഷ്യർ മാത്രമേ കാണൂ. അകഭംഗി എന്നുള്ളത് അതിനെയാണ് ദൈവം കാണാന്നായിരിക്കും ഉദ്ദേശിച്ചത്. അതെനിക്ക് മനസ്സിലായിട്ടോ. ആ കഥയിലുണ്ട്. അപ്പൊ എന്തറിയോ, എന്താ ഒരു സ്ഥലത്തൊരു യുവാവ് അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുക. അപ്പൊ ആള് ഒരു സമ്പന്നനും കൂടിയാണ്. അപ്പൊ ദിവസം ആളിങ്ങനെ പൂജാമുറിയിൽ വിളക്ക് വെച്ച് ദൈവത്തിനെ പ്രാർത്ഥിക്കും, ദൈവവിശ്വാസിയാണ്. പക്ഷെ മനസ്സിൽ എപ്പോഴും ഒരു വിചാരം, ഭഗവാനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ഭഗവാനൊന്നും നേരിട്ട് കാണാൻ പറ്റിയെങ്കിലോ. അപ്പൊ അയാളുടെ മനസ്സിലൊരു ചെറിയ സംശയമാണ്, ഭഗവാൻ ഉണ്ടോ, നേരിട്ട് കാണാൻ പറ്റിയിരുന്നെങ്കിലോ എന്നുള്ള ആലോചിക്കുമ്പോ തന്നെ ചെറിയ സംശയമാണ്. എന്തായാലും ഒരു വിശ്വാസമല്ലേ, കാണാലോ എന്നുള്ളൊരു വിചാരം. അങ്ങനെ ഇയാളെ എല്ലാ ദിവസവും അങ്ങനെ ഒരു ദിവസം കോളിംഗ് ബെല്ല് അടിക്കുന്നു. അപ്പൊ ഇയാള് പോയി വേഗം വാതിൽ വരുന്നു, ഈ യുവാവ്. അപ്പൊ അവിടെ ഒരു നല്ല തേജസ് ഉള്ള ഒരാള് അപ്പൊ കാണുമ്പോ തന്നെ ആളെ കാണുമ്പോ നമുക്കൊരു എന്താ പറയാ, കൈ തൊഴുകാൻ തോന്നുന്നൊക്കെ പറയില്ലേ ചിലരെ കാണുമ്പോ. അങ്ങനെ ഒരു തേജസ്സും നല്ല വസ്ത്രധാരണം ഒക്കെയാണ്. അപ്പൊ ആള് കണ്ടിട്ട് ആരാന്ന് ചോദിക്കും. അപ്പൊ അത് ശരി, നിനക്ക് എന്നെ മനസ്സിലായില്ല, ഞാൻ നേരിട്ട് വന്നപ്പോ നിനക്ക് എന്നെ മനസ്സിലായില്ലേ എന്ന് പറയും. അപ്പോഴും ഈ യുവാവൻ വിചാരിക്കൂ, ഞാൻ അറിയാത്ത ആളാണല്ലോ, എന്താ അങ്ങനെ ചോദിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പൊ പറയും, ഇല്ല എനിക്ക് മനസ്സിലായില്ല എന്ന്. അപ്പൊ നിന്റെ ഈ എല്ലാ ഉന്നതിക്കും സമ്പത്തിനും നിന്റെ സന്തോഷത്തിനും എല്ലാത്തിനും കാരണക്കാരനായവനാണ് എന്ന് പറയും. അപ്പൊ അയാളുടെ അച്ഛനായിരിക്കും. അയാളുടെ അച്ഛനായിട്ട് വീട്ടിലില്ല, നീ വെറുതെ തർക്കുത്തരം പറയുന്നത്. ഇതിനൊക്കെ കാരണക്കാരായ വേറെ ആരായിരിക്കും? എടാ, നമ്മുടെ എല്ലാ ഉന്നതിക്കും നമ്മുടെ എല്ലാ സുഖ സന്തോഷങ്ങൾക്കും കാരണക്കാരൻ ജഗദീശ്വരനാണ്, ഭഗവാനാണോ വന്നത്. ഇങ്ങോട്ട് ചോദിക്കൂ, അപ്പൊ ഭഗവാനാണോ എന്ന് പെട്ടെന്ന് യുവാവ് ചോദിക്കൂ. അതായത് നിന്റെ സമ്പത്തും നിന്റെ പ്രൗഢി നിന്റെ സന്തോഷം നിന്റെ എല്ലാത്തിനും കാരണക്കാരനായെന്ന് പറഞ്ഞപ്പോ നിനക്ക് മനസ്സിലായില്ല പൊട്ടൻ, ആ യുവാവിന് മനസ്സിലായി. ആ യുവാവ് പറയും ഭഗവാനാണോ എന്ന് പറയും. അപ്പൊ ചിരിക്കും. അപ്പൊ അങ്ങനെ അപ്പൊ ഉള്ളുന്ന് അടുത്ത ചോദ്യം ചോദിക്കും, ഏത് ജാതിയിൽപ്പെട്ടതാണെന്ന്. അതൊന്നും ചോദിക്കില്ല. ശരി. അപ്പൊ ഉള്ളുന്ന് അമ്മ മോൻ ആരോട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അമ്മ വന്നിട്ട്, ആരോടാ മോനെ നീ സംസാരിക്കുന്നത്, അവിടെ ആരും ഇല്ലല്ലോ എന്ന് പറയും. അമ്മക്ക് ഭാഗ്യല്ലേ ഭഗവാനെ കാണാൻ. നോക്ക്. അപ്പൊ അത് ശരി, എന്റെ കണ്ണിലേക്ക് മാത്രമാണല്ലേ ഭഗവാൻ കാണുന്നുണ്ട്. ഭഗവാന്റെ മുഖത്തേക്ക് അതിശയമായി നോക്കുമ്പോൾ ഭഗവാൻ പറയും, ഞാൻ നിന്റെ കണ്ണിലേക്ക് മാത്രമേ കാണൂ, ഇന്ന് മുഴുവൻ നിന്റെ കൂടെ ഞാൻ ഉണ്ടാവും, നിനക്ക് എന്നെ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ ഭഗവാന് മിക്കവാറും അല്ല, ഒരു ചെറിയ സംശയം, ഭഗവാനും പിന്നെ ഭഗവതി അവിടുന്ന് ആട്ടി ഓടിച്ചതായിരിക്കും ഒരു ദിവസം, അല്ല എന്തെങ്കിലും പിണങ്ങിട്ട് അയച്ചതായിരിക്കും. അല്ല, ഭഗവാനോട് ഭഗവതിക്ക് ദേഷ്യം വന്നപ്പോൾ അവിടുന്ന് പിണങ്ങിയിട്ട് വന്നതായിരിക്കും. അല്ലെങ്കിൽ ഒരു ദിവസം ഫുള്ള് ഈ ലോകം സംരക്ഷിക്കേണ്ട ഭഗവാൻ ഇയാളുടെ ഒപ്പൊക്കെ നടക്കാന്ന് പറഞ്ഞ പരീക്ഷണമായിരിക്കും. ആയിക്കോട്ടെ, പരീക്ഷണത്തിന് ഭഗവാൻ ഏതൊക്കെ രൂപത്തിൽ എവിടെയൊക്കെ അല്ല എന്തിനേലും സംശയം അല്ല എന്തെങ്കിലും അടുത്തൊക്കെ വന്നിട്ടില്ലേ? അതേ അത് കുരൂർ അമ്മയുടെ അടുത്തല്ലേ, ഇതൊരു ഏതോ ഒരുത്തന്റെ അടുത്ത് വെറുതെ പിന്നെ അമ്മയല്ലേ പറയാറ്, എപ്പ പോകുമ്പോഴോ അച്ഛനും അമ്മയും ഒരുമിച്ച് പോകണമെന്ന് വന്നിട്ട് ഭഗവാൻ തന്നെ വന്നിട്ട് ഭഗവതി എവിടെ പോയി അന്ന് പറഞ്ഞോളൂ. എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഭഗവാനെ പറ്റിയിട്ടുണ്ടെന്ന് അങ്ങനെ അകത്തേക്ക് വരുമ്പോ എന്നത്തെ പോലെ ഭഗവാൻ അവിടെ ഇരിക്കും. ഭഗവാന്റെ
മുമ്പിൽ ഇങ്ങോട്ട് എന്നത്തെ പോലെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ സ്ഥിരമായിട്ട് വന്നിരിക്കുന്നുണ്ടോ? ഇന്നത്തെ പോലെ ഈ യുവാവ് അവിടെ വന്നിരിക്കാൻ വരും. അപ്പൊ ഭഗവാനെ ഒന്ന് നോക്കൂ, ഭഗവാൻ ഇരിക്കാണ്ട് ഞാൻ ഇരിക്കരുത് എന്നുള്ള ഒരു ഭയം ഭക്തിയൊക്കെ. അപ്പൊ ഭഗവാൻ പറഞ്ഞു നീ ഇരുന്നോ, ഞാനിവിടെ ഇരിക്കാന്ന് പറയും. അങ്ങനെ ഇരുന്നു. അപ്പൊ അമ്മ ഒരു ഗ്ലാസ് ചായ കൊണ്ടുവരും. അപ്പൊ ചായ കൊടുക്കും. ചായ കൊടുക്കുമ്പോ എല്ലാ ദിവസവും ഈ മകനെ എങ്ങനെ അറിയോ, ഈ ചായ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കുറ്റം, അതായത് ഒന്നുമില്ലെങ്കിൽ പറയും കടുപ്പം കുറഞ്ഞു, അല്ലെങ്കിൽ കടുപ്പം കൂടി, അല്ലെങ്കിൽ മധുരം കൂടി, അങ്ങനെ എന്തെങ്കിലും പറയാണ്ട് ചായ കുടിക്കുകയില്ല. എന്റെ അമ്മ അത് നല്ലൊരു ചായ വെച്ച് തന്നൂടെ ഇങ്ങനെ പറയും. പക്ഷെ അന്ന് ആ ചായ മേടിച്ചിട്ട് ആദ്യം ഭഗവാനൊന്ന് രുചിച്ച് നോക്കിയിട്ട് എനിക്ക് തന്നാൽ മതി എന്ന് പറയും. ഭഗവാൻ കൊടുക്കും. അത് നന്നായി. ഭഗവാൻ എന്നും തീർത്തല്ലേ കൊടുക്കണ ചായ കുടിക്കട്ടെ. അമ്മ ഇത് കാണില്ലല്ലോ, ഈ ഭഗവാൻ കൊടുക്കുന്നതും കഴിക്കുന്നതും അതൊന്നും അമ്മയുടെ കണ്ണിൽ കാണില്ലല്ലോ, അമ്മ അത്ര ഭാഗ്യം ചെയ്തിട്ടില്ല, ദർശിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ഈ അന്ന് മകൻ ഒരു കുറ്റവും പറഞ്ഞില്ല. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ഒരു അതിശയം, എന്തോന്ന് പോലെ ഒരു കുറ്റം പറഞ്ഞില്ല. അപ്പൊ എന്താ ചായ വളരെ നന്നായിണ്ടാവും വിചാരിച്ചാൽ അമ്മയുടെ മുഖത്തൊരു പുഞ്ചിരി. അങ്ങനെ അമ്മ പോകും. പുഞ്ചിരി തന്നെ ആലോചിച്ചിട്ട് അമ്മ അങ്ങനെ ചിരിച്ചിട്ട് പോകും. ഇവനും അങ്ങനെ അമ്മയെ നോക്കി പുഞ്ചിരിക്കും. രണ്ടുപേരും അങ്ങോട്ട് ഇങ്ങോട്ട് പുഞ്ചിരിച്ചു. നല്ല അമ്മയും സന്തോഷമായി അമ്മയ്ക്ക്. എന്റെ അമ്മേനെ പോലെ തന്നെ, എന്റെ അമ്മ ഞാനും പോലെ തന്നെ പുഞ്ചിരിച്ചു അങ്ങോട്ട് ഇങ്ങോട്ട്. അങ്ങനെ അപ്പൊ ഇങ്ങോരെന്താ അറിയോ ഒന്നും പറയാണ്ടിരുന്നത്, എന്താണ് ഭഗവാനല്ലേ മുമ്പിലിരിക്കണേ. അമ്മയോട് ഉച്ചത്തിൽ ഇങ്ങനെ വല്ല കുറ്റം കുറവുകളും പറയുന്നത് ഭഗവാൻ ഇഷ്ടപ്പെടുവോ എന്നുള്ള ഒരു ഭയം ഉണ്ടാവുമല്ലോ മനസ്സിൽ, ദൈവഭയം. അങ്ങനെ പിന്നെ ഓഫീസിലേക്ക് പോകണം. കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പൂജയൊക്കെ കഴിഞ്ഞ് ഭഗവാനും കുളിക്കാൻ കയറിയ ഇല്ല, ഭഗവാനോട് അതൊന്നും ചോദിക്കരുത്. ഓഫീസിലേക്ക് പോകുമ്പോ വണ്ടിയിലിരുന്ന് പോണ സമയത്ത് ഒരു ഫോൺ കോൾ വരും. ഭഗവാൻ വണ്ടിയിലുണ്ടായിരുന്നോ? വണ്ടിയിൽ ഇങ്ങോരുടെ അടുത്ത് തന്നെ ഭഗവാൻ വണ്ടി യാത്രയും ചെയ്തു. അപ്പൊ ഭഗവാനോട് ഇന്ന് യാത്രയൊക്കെ ചെയ്തില്ലേ, ആ സമയത്ത് ഒരു ഫോൺ കാൾ വരും ഈ യുവാവിന്. ഫോൺ കാൾ വന്നപ്പോൾ ആളത് ജസ്റ്റ് ഈ കച്ചവട കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അതായത് ഇവർക്ക് എന്തുമാത്രം ലാഭം കിട്ടും, അത് ഇരട്ടി ലാഭം വേണം ഇവർക്ക്, എന്നാലാ എനിക്ക് അതിനോട് താല്പര്യമുള്ളൂ എന്നുള്ള രീതിയിൽ എന്തോ സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഭഗവാനാണ് അടുത്തിരിക്കണമെന്നുള്ള ഓർമ്മ വന്നതോ, അയ്യോ ഞാൻ ഇത്ര സ്വാർത്ഥരായിട്ട് മറ്റുള്ളവരുടെക്കാളും കൂടുതൽ എനിക്ക് എല്ലാം അങ്ങോട്ട് കിട്ടണോ, അവർക്ക് അതിനേക്കാളും കുറവ് കിട്ടിയാൽ മതി, എന്നാലാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യൂ എന്നൊക്കെ പറയുമ്പോൾ ഭഗവാൻ എന്ത് വിചാരിക്കും എന്നുള്ള ആ ഭയം കൊണ്ട്, അതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കച്ചവടം ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് താല്പര്യം, ലാഭം തരാൻ എനിക്ക് അതുപോലെ ലാഭം എനിക്ക് തന്നു, നഷ്ടം വരാത്ത രീതിയിൽ എനിക്ക് ലാഭം തന്നാൽ മതി എന്ന് സംസാരിച്ചു. അപ്പൊ അവിടെ നല്ലവരായി. അങ്ങനെ ഓഫീസിലെത്തിയാൽ എങ്ങനെയറിയോ, ഒരു എന്താ പറയാ, ഒരു ജാതി സ്ട്രിക്റ്റ് ആണ് ഇങ്ങൾ, കർക്കശക്കാരെന്നൊക്കെ പറയില്ലേ. നമ്മുടെ അച്ഛനെ പോലത്തെ അമ്മനെ പോലൊക്കെ തന്നെ എന്നോട് സ്ട്രിക്റ്റ് ഇല്ല അതുപോലെ എന്നെ പറയണ്ട. അപ്പൊ അങ്ങനെ ആണ് എല്ലാവരോടും, ഇതെന്താ അവിടെ അങ്ങനെ, ഇതെന്താ അവിടെ അങ്ങനെ, ആ കണക്ക് ശരിയായില്ല, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് അവിടെ ജോലിക്കാരെ ഒക്കെ അങ്ങനെ ദേഷ്യപ്പെടും. പക്ഷെ അന്ന് പോയപ്പോ എല്ലാവരോടും വളരെ നല്ല രീതിയിലുള്ള പെരുമാറ്റം, നല്ല ചിരിച്ചുകൊണ്ടുള്ള സംസാരം. അവിടുത്തെ ജോലിക്കാരൊക്കെ എന്തായി, നമ്മുടെ മുതലാളിക്ക് എന്ത് പറ്റി, ഇന്ന് മുതലാളിയുടെ പെരുമാറ്റത്തില് അടിപൊളി വ്യത്യാസമാണല്ലോ എന്ന് എങ്ങനെ വിചാരിക്കും. അപ്പൊ അതെന്തിനാ, ഈ ഭഗവാൻ കൂടെ ഉള്ളതുകൊണ്ട് ഭയം. ഞാൻ മറ്റുള്ളവരോട് വളരെ മോശമായി പെരുമാറിയാൽ ഭഗവാൻ എന്ത് വിചാരിക്കും എന്നുള്ള തോന്നൽ മനസ്സിലാക്കി. കാരണം ഭഗവാൻ കണ്ടുകൊണ്ടുണ്ടല്ലോ, ഭഗവാൻ എന്റെ മുമ്പിൽ എന്റെ കൂടെയാണല്ലോ, ഭഗവാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ള വിചാരം. അങ്ങനെ അവിടെ അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിട്ട് അമ്മ സാധനങ്ങളൊക്കെ ഡൈനിങ് ടേബിളിൽ വെച്ചു. അപ്പൊ എന്ത് വന്നാലും ഏതെങ്കിലും കറി കൊണ്ടില്ല, ഇത് നന്നല്ല അത് നന്നല്ല, ഞാൻ അത്രയും ബുദ്ധിമുട്ടിപ്പോൾ ഊണ് കഴിക്കാൻ വന്നത്, ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാൽ മതിയായിരുന്നു, വീട്ടിലെ ഭക്ഷണം ആരോഗ്യത്തിന് നല്ലതെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന അമ്മ ഇതാണോ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ് എന്നും വഴക്കാം. അപ്പൊ അന്ന് ഇതേപോലെ എല്ലാ ഭക്ഷണം നന്നായി കഴിച്ചു. അപ്പൊ അമ്മ ചോദിച്ചു, എന്താണ് ഇപ്പൊ ഇന്ന് സംഭവിച്ചത്, സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചോന്ന്. അപ്പൊ ചിരിച്ചുകൊണ്ട് പറയാ, അല്ല അമ്മേ, സൂര്യൻ എൻ്റെ ഹൃദയത്തിലാണ് ഉദിച്ചത്. അപ്പൊ എന്താന്ന് പറഞ്ഞാ, അപ്പൊ ഇവനെല്ലാ നന്മകളും ഉണ്ടായി. കാരണം ഭഗവാൻ കൂടെ ഉണ്ട്, ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും ഭഗവാൻ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള തോന്നൽ വന്നപ്പോ ഇങ്ങോട്ട് എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാൻ തനിയെ തോന്നി. അപ്പൊ ഇത്രയും ദിവസം എന്തുകൊണ്ട് തോന്നിയില്ല,
അപ്പോൾ ഇത് ഭഗവാൻ ഒന്നും കാണില്ല, ഞാൻ ചെയ്യുന്നത് ഒന്നും കാണില്ല എന്നുള്ളൊരു തോന്നലല്ലേ. അപ്പോൾ എല്ലാ മനുഷ്യരും ഇങ്ങനെ തന്നെയാണ്. കാരണം ഭഗവാൻ കൂടെ ഉണ്ട്, ഇതൊക്കെ കാണണമെന്നുള്ളപ്പോൾ അയാളുടെ സ്വഭാവത്തിൽ അത്രയും വ്യത്യാസം വന്നല്ലോ. അപ്പൊ ഇതേപോലെ ഭഗവാൻ എവിടെയോ ഇരുന്ന് നമ്മളെ കാണുന്നുണ്ട് എന്നുള്ളത് എന്തുകൊണ്ട് മനുഷ്യർക്ക് വിചാരിച്ചു? ഭഗവാൻ എവിടെ പോയി? അയാളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അല്ല അത് പറഞ്ഞില്ലേ ഒരു ദിവസം ഉണ്ടാവുള്ളൂ പോകുന്നു. ഒരു ദിവസം നിന്നിട്ട് പോയി. പോകുമ്പോ യാത്രയൊക്കെ പറഞ്ഞിട്ട് പോയാ? അതെനിക്കറിയില്ല. അല്ല പിന്നെ വരാന്ന് അങ്ങനെ വല്ലതും പറഞ്ഞിട്ട് പോയാ? ആ ശരിയാ. അങ്ങനെ ഞാൻ പറയുന്ന കഥയുടെ എന്താന്ന് പറഞ്ഞാ, ഇപ്പൊ ഭഗവാൻ നേരിട്ട് വന്ന് കൂടെ ഉണ്ട് കണ്ടു എന്നുള്ള രീതിയിൽ ആ മനുഷ്യന് മാറാൻ പറ്റി. പക്ഷേ മനുഷ്യരായ നമ്മൾ എല്ലാവരും ഭഗവാൻ എവിടെയോ ഇരുന്ന് നമ്മളുടെ നന്മയും തിന്മയും കാണുന്നുണ്ട് എന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ള തെറ്റുകളൊക്കെ കുറയും. കാരണം എവിടെയോ ഇരുന്ന് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മുടെ ഭഗവാൻ നമ്മൾ കാണുന്നില്ല എന്ന് വിചാരിച്ച് ചെയ്യുന്നതെല്ലാം ഭഗവാൻ എവിടെയൊന്ന് കാണുന്നു. എൻ്റെ ഒരു എന്തോ ഒരു താത്കാലിക ആവശ്യത്തിന് ഇതൊരു തിന്മ ചെയ്യട്ടെ, ഇതിപ്പോ വലിയ കാര്യമൊന്നുമില്ല, ഇതൊന്നും ഭഗവാൻ കണക്കിലെടുക്കില്ല. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. എവിടെയോ ഇരുന്ന് നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കാണുന്നവനാണ് ഭഗവാൻ, നമ്മുടെ ആ പ്രപഞ്ച ശക്തി. അപ്പൊ നമുക്ക് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ നന്മകൾ ചെയ്താലും ഭഗവാൻ കാണും, എന്ത് തിന്മകൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ചെയ്താലും അതും ഭഗവാൻ കാണുന്നുള്ള ഒരു ഉൾഭയം എന്ന് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുമ്പോൾ അതിന് ഈ ലോകത്തിൽ ഒരു തിന്മകളും. അപ്പൊ നമ്മുടെയൊക്കെ ഉള്ളില് നമ്മളൊരു സുന്ദരമായ സ്വപ്നം കാണുമെന്ന് വിചാരിക്കുക. ഭഗവാൻ നമ്മുടെ അടുത്ത് വന്നു, ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വിചാരിച്ചൊരു സ്വപ്നം കാണാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ സ്വപ്നത്തിൽ ഇപ്പം അമ്മ പറഞ്ഞ പോലെ ഒരു കഥ കണ്ടു എന്ന് വിചാരിച്ചാൽ നമ്മൾ എങ്ങനെ പെരുമാറും? ദൈവം ഉള്ളപ്പോൾ നമ്മൾ എങ്ങനെ പെരുമാറും? ഭയത്തോടെയും വിനയത്തോടെയും പെരുമാറും. ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ജീവിതം. കാരണം ഒരു സ്വപ്നത്തിൽ ദൈവം നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുകയാണ്, എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഭയം ഉണ്ടാവും. ആ സ്വപ്നത്തിന് നമ്മൾ എണീക്കുന്നൊരു സമയമുണ്ടല്ലോ, ഉണർന്നൊരു സമയം. ആ സമയം നമ്മൾ ഉണർവ് നടക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. കാരണം നമ്മളെല്ലാവരും മയക്കത്തിലാണ്, എല്ലാവരും ഗാഢമായ നിദ്രയിലാണ്. കാരണം ഞാൻ ചെയ്യുന്നത് എനിക്ക് മാത്രമല്ല, ഈ ലോകത്തിനൊന്നും അറിയില്ല എന്നുള്ള ചിന്തയിലാണ്. ആ ഒരു സ്വപ്ന ലോകത്താണ് നമ്മളൊക്കെ സഞ്ചരിച്ചു കൊണ്ടുള്ളത്. ആ സ്വപ്നത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരണം. സ്വപ്നം അതൊരു സ്വപ്നമല്ല, ആ സ്വപ്നത്തിൻ്റെ ഒരു ഇമാജിനേഷൻ ഇല്ലേ, അതിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഞാൻ ചെയ്യുന്നത് ആരും അറിയില്ല, ഇത് ഞാൻ സ്വപ്നം കാണണം, എൻ്റെ സ്വപ്നം എനിക്ക് മാത്രം സ്വന്തം, ഞാൻ കാണുന്ന സ്വപ്നം അമ്മയ്ക്ക് അത് അറിയാൻ പറ്റുമോ? അപ്പോൾ എൻ്റെ സ്വപ്നം എനിക്ക് മാത്രം സ്വന്തമാണത് വേറെ ആർക്കും അറിയില്ല എന്ന രഹസ്യ സ്വഭാവം. അപ്പോൾ നമ്മൾ കാണുന്ന ഓരോന്നും, ജീവിതത്തിൽ നമ്മൾ കാണുന്ന റിയാലിറ്റിയിൽ നമ്മൾ കാണുന്ന ഓരോന്നും ദൈവം കാണുന്നത് ചിന്തയുണ്ടാവണം. അപ്പോൾ അമ്മ ഒരു സ്വപ്നം കാണാമെന്ന് വിചാരിച്ചോളൂ. ആ സ്വപ്നം അമ്മയ്ക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ അമ്മ റിയൽ ലൈഫിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് ചുറ്റുമുള്ള കണ്ണുകൾക്കും കാണാൻ പറ്റുമെന്ന് പറയുന്ന പോലെ. അപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ നിന്നും റിയാലിറ്റിക്ക് വരിക, വന്നിട്ട് അപ്പം മനസ്സിലാക്കുക നമ്മുടെ ജീവിതം നമ്മളറിയാതെ വേറൊരാൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടുണ്ട്, അത് സർവശക്തനായ ഈശ്വരനാണ് എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ നമുക്കൊരു കുറ്റം ചെയ്യാൻ നമ്മുടെ മനസ്സ് തോന്നില്ല. ചെറുതായാലും വലുതായാലും ഒരു ചെറിയ കുറ്റങ്ങളും കൂടി കാണാൻ സർവശക്തനായ ഈശ്വരൻ അവിടെ ഉണ്ട് എന്നുള്ള ബോധത്തോടു കൂടി വേണം നമ്മളൊക്കെ ജീവിക്കാൻ. കാരണം ഒരു പുല്ല് മുളയ്ക്കാനും ഒരു പുല്ല് നശിക്കാനും ഇത് രണ്ടിനും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ്, നടക്കില്ല എന്നുള്ള സത്യവചനം നമ്മൾ ഒരിക്കലും മറക്കരുത് അല്ലേ. അപ്പോൾ ഇതുമായി കഥയും തീർന്നു, തോരനും ചേർത്ത് കണ്ടില്ലേ, പപ്പായ തോരൻ. അപ്പോൾ ഇത് കൂട്ടി കഴിക്കാൻ എന്തായാലും അമ്മ വിളിക്കുമല്ലോ. ഇതൊക്കെ നാടൻ നല്ല ഭക്ഷണമാണ്. ഇതും ഞാൻ മുരിങ്ങക്കറിയാണെന്ന് വെക്കുന്നത്, അതിൻ്റെ കൂടെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കും. അപ്പൊ മുരിങ്ങക്കറി ഇതും കൂട്ടിയിട്ട് സത്യം പറഞ്ഞ ഇത് ഞാൻ കൂട്ടാറുണ്ട്. ഇല്ലേ അമ്മ? കുറച്ച് ഇത്തിരി എന്നോ ഒരു വശം വെച്ചപ്പോ ഇല്ല നോണ പറയാൻ പാടില്ല, ദൈവം കാണുന്നുണ്ട്, അതുകൊണ്ട് വേണ്ട. അല്ല അമ്മത് വെക്കിനേക്കാളും മുമ്പ് എന്നെ പറയുന്നു. ഞാൻ മുരിങ്ങ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് അത് ഊരി കറി വെക്കണം. അപ്പം മുരിങ്ങയും പരിപ്പും കറി വെക്കും. ഈ ഒരു മെഴുക്കുവരട്ടി അല്ല തോരനാണത്. തോരൻ അതിൻ്റെ കൂടെ ഒരു ഓംലെറ്റ് ഉണ്ടാകും. അതാണ്. അപ്പോൾ നമ്മൾ അത് കൂട്ടി ഊണ് കഴിക്കാൻ വിളിക്കുന്നതിനേക്കാളും മുമ്പ്, ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് നമ്മൾ ചെയ്യുന്ന നന്മകളും ദൈവം കാണുന്നുണ്ട്, നമ്മൾ ചെയ്യുന്ന തിന്മകളും ദൈവം കാണുന്നുള്ള വിചാരത്തോടു കൂടി നമ്മളെല്ലാവർക്കും ജീവിക്കാം. ജീവിതം ദൈവ അനുഗ്രഹത്തോട് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നുള്ള ചിന്തയോടെ, ഭക്തിയോടെ, ശ്രദ്ധയോടെ ജീവിക്കാം അല്ലേ. അപ്പോൾ ഇതും കൂട്ടി എല്ലാവർക്കും അതിന് കഴിയും. അപ്പോൾ നമ്മൾ തെറ്റുകളൊക്കെ മനുഷ്യനല്ലേ നമ്മൾ ചെയ്തിട്ടുണ്ടാവാം, അത് അവിടെ ഇരിക്കട്ടെ. ദൈവത്തിനോട് അതിനുള്ള ക്ഷമാപണം നടത്താം നമുക്ക്. കാരണം മനുഷ്യനാണ്, സഹജം. നമ്മൾ ചെറിയ തെറ്റോ വലിയ തെറ്റോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇനിയെങ്കിലും നമ്മൾ ആ തെറ്റിലേക്ക് പോവാതിരിക്കാൻ ഭഗവാൻ നമുക്ക് എല്ലാ ശക്തിയും മനസ്സും തരട്ടെ.
അതുപോലെ നമ്മൾ തെറ്റുകളിലേക്ക് പോവാതിരിക്കട്ടെ. അങ്ങനെ നമുക്ക് ആ ദൈവഭയം ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ വലിയ തെറ്റുകളൊന്നും ചെയ്യില്ല. ചെറുതും വലുതും ഒരു തെറ്റും നമുക്ക് ചെയ്യാതെ നമുക്ക് ജീവിതം മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പോ ഇതാ കണ്ടില്ലേ, മെഴുക്കുവരട്ടി കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ ഇതിന് പണി. ഇത് എന്താ ഒരു ഇതും മുരിങ്ങക്കറി ഓംലേറ്റും കൂട്ടി ഊണ് കഴിക്കാൻ നിങ്ങൾ വരണോ? ഈ പാവപ്പെട്ട നമ്മുടെ വീട്ടിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് കുറച്ച് അച്ചാറിന്റെ സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പൊ ഞാൻ അച്ചാറൊക്കെ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. പച്ചമുളക് അച്ചാറ്, ഇഞ്ചി വെളുത്തുള്ളി അച്ചാറ്, നാരങ്ങ അച്ചാറ്, അങ്ങനെ പലതരം അച്ചാറ് കുറേശ്ശെ ഇട്ടൊക്കെ കാണിച്ചു തരാം കേട്ടോ. അതും കാണിച്ചു തരും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബൈ.